മുനമ്പം വിഷയത്തിൽ കേരള സർക്കാരിൻ്റെ നിലപാട് അത് സത്യത്തിൽ ഒത്തിരിയേറെ സ്ലോ ആയ ഒന്നാണ്. 2 വർഷവും 9 മാസവും ഈ ജനം വലിയ പ്രതിസന്ധിയിൽ ആയിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ആ വിഷയം വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്യാൻ പിണറായി സർക്കാരിന് കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിന് മുഖ്യമായ കാരണമായി എനിക്ക് തോന്നുന്നത് മുനമ്പം വഖഫ് ഭൂമിയാണ് എന്ന സർക്കാരിൻ്റെ ഒരു നിർബന്ധമാണ്, അഥവാ പിടിവാശിയാണ്. ഏതായാലും ഇപ്പോൾ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ സർക്കാർ നിയമിച്ചിരിക്കുന്നു. ഈ ജുഡീഷ്യൽ കമ്മീഷനിലൂടെ സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നത് ഇനി അറിയാനിരിക്കുന്നതേയുള്ളൂ. ടേംസ് ഓഫ് റെഫറൻസിലൂടെ സർക്കാർ അടിവരയിട്ട് പറയുന്നത് മുനമ്പം നിവാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് മുൻതൂക്കം എന്നാണ്. അത് വിശ്വസനീയമായ ഒരു പ്രസ്താവനയാണോ എന്നുള്ളത് വഴിയെ അറിയാൻ കഴിയും. ഏതായാലും ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതിലൂടെ സർക്കാർ UDFൻ്റെ ആ താൽപ്പര്യത്തിന് വഴങ്ങുന്നില്ല എന്ന് വരുത്തുകയാണ്. ഒപ്പം വഖഫ് ഭൂമിയല്ല എന്ന് പറഞ്ഞാൽ ഉണ്ടാകാവുന്ന ഒരു സമുദായത്തിൻ്റെ അപ്രീതി അത് ഒഴിവാക്കാൻ സർക്കാർ ശ്രമിക്കുന്നു. എന്നാൽ മുനമ്പത്തെ ഇരകളുടെ ജീവൽ പ്രശ്നം അത് പരിഗണിക്കാതിരിക്കാൻ സർക്കാരിന് കഴിയുകയുമില്ല. അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ സർക്കാരായിരിക്കുമ്പോൾ വളരെ ബുദ്ധിപൂർവകമായ നീക്കമാണ് ഇപ്പോൾ സർക്കാർ നടത്തുന്നത് എന്നതാണ് എൻ്റെ പക്ഷം. ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് ഈ ഒന്നാമത്തെ ടേംസ് ഓഫ് റെഫറൻസ് ആയിട്ട് ഒന്നാമത്തെ ഇതിൽ സ്ഥലത്തിൻ്റെ കിടപ്പും സ്വഭാവവും വ്യാപ്തിയും മനസ്സിലാക്കുക. രണ്ടാമത്തേത് ഈ ശരിയായ താമസക്കാരെന്ന് പറഞ്ഞാൽ വാലിഡായ പട്ടയമുള്ള ആധാരമുള്ള എല്ലാവരും എന്ന് തന്നെ മനസ്സിലാക്കണം. അല്ലാതെ അവിടെ അതിനിടക്ക് വേർതിരിവുകൾ ഇല്ല. ശരിയായ പട്ടയമുള്ള എല്ലാവരും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നിർദ്ദേശം നൽകുക. ഇങ്ങനെ 2 ടേംസ് ഓഫ് റെഫറൻസാണ് ഈ ജുഡീഷ്യൽ കമ്മീഷന് ഉള്ളത്. ഇതിലൂടെ എന്താണ് സർക്കാർ മുന്നോട്ട് കാണുന്നത്? ഞാൻ ഊഹിക്കുന്നത് വഖഫ് ആക്ടിലെ നമ്പർ 91 പ്രയോഗിക്കാൻ ആയിരിക്കണം എന്നാണ്. അത് വഖഫ് ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്ന ഒരു ക്ലോസാണ്. ലാൻഡ് അക്വിസിഷൻ അതിനെ സംബന്ധിച്ചുള്ളതാണ്. ഒരുപക്ഷെ സർക്കാരിൻ്റെ മനസ്സിലുള്ളത് അതുതന്നെ ആയിരിക്കാം. ലാൻഡ് വഖഫ് ബോർഡിൽ നിന്ന് എക്വയർ ചെയ്ത് അത് ആ താമസക്കാർക്ക് പട്ടയത്തോടു കൂടി നൽകി അവരുടെ റവന്യൂ അവകാശങ്ങൾ ഇപ്പോൾ അവർ താമസിക്കുന്നിടത്ത് തന്നെ ഉറപ്പിക്കുക എന്നുള്ളൊരു തന്ത്രമായിരിക്കാം സർക്കാർ മുന്നിൽ കാണുന്നത്. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും വഖഫ് ഭൂമിയാണ് മുനമ്പം എന്നുള്ളത് വസ്തുതാ വിരുദ്ധമായ ഒന്നാണ് എന്ന് പറയാതെ വയ്യ. 2, വഖഫ് ആക്ടിന് ഭേദഗതി വേണ്ട എന്ന സർക്കാരിൻ്റെ നിലപാട് അത് തികച്ചും അപലപനീയമായ നിലപാടാണ്. അതിൻ്റെ അർത്ഥം വഖഫ് ആക്ട് വായിച്ച് മനസ്സിലാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഏതായാലും സർക്കാരിൻ്റെ നീക്കങ്ങൾ ഗുണകരമായിട്ട് മാറട്ടെ. മുനമ്പം ജനതയെ സംബന്ധിച്ച് ഗുണകരമായിട്ട് മാറട്ടെ. ആ ജുഡീഷ്യൽ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ അത് ഫലപ്രദമായിട്ട് തീരട്ടെ. എന്നാൽ വഖഫ് ആക്ടിൻ്റെ വിഷയത്തിൽ സർക്കാരിനുള്ള നിലപാട് സർക്കാർ തിരുത്തും എന്ന് പ്രതീക്ഷിക്കുകയാണ്. നിയമസഭയിൽ എല്ലാവരും ചേർന്ന് പാസാക്കിയ ആ ഭേദഗതി വിരുദ്ധ പ്രമേയം
സത്യത്തിൽ അത് കേരളത്തിലെ ജനതയെ പ്രതിനിധീകരിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. സർക്കാരിൽ നിന്ന് കൂടുതൽ ആത്മാർത്ഥമായ പ്രതികരണം പ്രതീക്ഷിക്കുന്നു. പ്രതിപക്ഷ നേതാവും മണ്ഡലം MP-യും MLA-മാരും ഒക്കെയായി വലിയൊരു സംഘം കോൺഗ്രസ് നേതാക്കളുടെയും അണികളുടെയും വലിയൊരു സംഘം 2 ദിവസം മുൻപ് മുനമ്പത്തിലെത്തി. അവരുടെ ഐക്യദാർഢ്യത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് എന്നോട് ചോദിക്കുന്നതെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമാണല്ലോ. ഈ സമരം നീണ്ടു പോകുന്നതിൽ ഏറ്റവും കൂടുതൽ അസ്വസ്ഥതയുള്ളത് തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് തന്നെയാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം എത്രയും വേഗം അവസാനിക്കുക എന്നുള്ളത്, മുനമ്പം വിഷയം എത്രയും വേഗം അവസാനിക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ വലിയൊരു ആഗ്രഹമാണ്. മുനമ്പം ഭൂമി വഖഫ് അല്ല എന്ന കോൺഗ്രസിൻ്റെ നിലപാട് അത് വളരെ സത്യസന്ധമായ നിലപാടാണ്. അതിൽ ഒരു സംശയവും ഇല്ല. പക്ഷേ അതേ തുടർന്നുള്ള നിലപാടുകൾ അതിലെത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഉദാഹരണത്തിന്, മുനമ്പം വിഷയത്തിനും വഖഫ് ആക്ടിനും തമ്മിൽ ബന്ധമില്ല. അത് എങ്ങനെ പറയാൻ കഴിയും? മുനമ്പം വിഷയം ഇങ്ങനെ ആയത് ഈ വഖഫ് ആക്ടിൻ്റെ വെളിച്ചത്തിലാണ്. വഖഫ് ആക്ടിലുള്ള പഴുതുകൾ ഉപയോഗിച്ചാണ് വഖഫ് ബോർഡ് ഇല്ലാത്ത വഖഫ് മുനമ്പത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് വഖഫ് ആക്ട് അമെൻഡ് ചെയ്യപ്പെടുക എന്നുള്ളത് മുനമ്പത്തെ സംബന്ധിച്ചും അത്യാവശ്യമാണ്, മറ്റ് ഇന്ത്യയിലെ ഏത് പ്രദേശത്തെ സംബന്ധിച്ചും അത്യാവശ്യമാണ്. ഇനി ചർച്ച് ബില്ല് പറഞ്ഞ് ഭയപ്പെടുത്തുന്നത് കേട്ടു. അതൊക്കെ വളരെ ബാലിശമായ വാദങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വഖഫ് ബോർഡ് പോലെ ഒരു ചർച്ച് ബോർഡ് ഉണ്ടാവുകയാണെങ്കിൽ അത് ക്രൈസ്തവരെ സംബന്ധിച്ച് അത് വലിയൊരു നേട്ടമല്ലേ? അല്ലേ? എന്തു പറയുന്നു? അപ്പോൾ ഇതുപോലെയാണ് വാദങ്ങൾ പോകുന്നത്. ഇപ്പോൾ വഖഫ് ബോർഡിനെ പോലെ കൊമ്പും നഖവും പല്ലും ഒന്നും ഇവിടുത്തെ ദേവസ്വം ബോർഡിന് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദേവസ്വം ബോർഡ് ഒരു റിലീജിയസ് ബോഡിയാണ്. വഖഫ് ബോർഡ് ഒരു സെക്കുലർ ബോഡിയാണ്. അതുകൊണ്ട് ദേവസ്വം ബോർഡും വഖഫ് ബോർഡും കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി എന്തിനു വേണ്ടിയാണ് ദേവസ്വം ബോർഡുള്ളത്? അത് പണ്ട് രാജാക്കന്മാർ നോക്കി നടത്തിയിരുന്ന അമ്പലങ്ങൾ രാജാക്കന്മാരുടെ കാലത്തിനു ശേഷം അത് ഗവൺമെൻറ് നോക്കി നടത്താൻ തുടങ്ങി. അങ്ങനെയാണ് ഏതാനും അമ്പലങ്ങൾ ദേവസ്വം ബോർഡിന് കീഴിൽ വന്നിട്ടുള്ളത്. എല്ലാ അമ്പലങ്ങളും ദേവസ്വം ബോർഡിന് കീഴിലുണ്ടോ? ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് ചരിത്രപരമായ കാരണങ്ങളാണ് ദേവസ്വം ബോർഡിൻ്റെ ആവിർഭാവത്തിന് കാരണമായിട്ടുള്ളത്. എന്നാൽ ക്രൈസ്തവ ദേവാലയങ്ങളൊന്നും അവയ്ക്കൊന്നിനും വേണ്ടി ഒരു രാജാവും കാശ് മുടക്കിയിട്ടില്ല. അവ മെയിൻറ്റെയിൻ ചെയ്യാനായി സർക്കാരും കാശ് മുടക്കിയിട്ടില്ല. അതുകൊണ്ട് ഒരു ചർച്ച് ബോർഡ് എന്നുള്ള കൺസെപ്റ്റ് തന്നെ അനാവശ്യമാണ്. അതുകൊണ്ട് ഈ ചർച്ച് ബില്ല് പറഞ്ഞ് ഈ ഒരു മുനമ്പം വിഷയത്തെയും വഖഫ് നിയമത്തിൻ്റെ ക്രൂരതയെയും മിനിമൈസ് ചെയ്യാമെന്നുള്ള ആ ധാരണ അത് തെറ്റിദ്ധാരണയാണ്. മാത്രമല്ല, നോക്കൂ, ഇവിടെ മുനമ്പത്ത് ആരും ഈ സമരക്കാരോ ഈ സമരത്തിൻ്റെ മുൻപന്തിയിലോ പിൻപന്തിയിലോ നിൽക്കുന്ന ആരും ഇവിടെ വർഗീയത പറഞ്ഞിട്ടില്ല. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? നിലവിലുള്ള യാഥാർത്ഥ്യമാണ്. അവരുടെ ക്രൈസ്തവരുണ്ട്, SNDPക്കാരുണ്ട്, ധീവര സഭക്കാരുണ്ട്, അങ്ങനെ എല്ലാവരും ചേർന്ന് കുടുംബി ക്ഷേമസഭക്കാരുണ്ട്. ഇവർ എല്ലാവരും ചേർന്ന് നടത്തുന്നൊരു സമരമാണ്. അവിടെ ആരാണ് വർഗീയത പറഞ്ഞിട്ടുള്ളത്? ആരാണ് മതസ്പർദ്ധയ്ക്ക് ഉള്ള വഴിമരുന്നിട്ടിട്ടുള്ളത്? ഒരാളുമില്ല. പിന്നെ എന്തിനാണ് പ്രതിപക്ഷ നേതാവ് തുടരെ മുനമ്പം സമരത്തെക്കുറിച്ച് പറയുമ്പോൾ വർഗീയതയെന്നും മതസ്പർദ്ധയെന്നും ഒരു മതത്തെ കുറ്റം പറയുന്നതൊക്കെ പറയുന്നത്?
ഞങ്ങളാരും ഒരു മതത്തെയും കുറ്റം പറയുന്നില്ല. ഞങ്ങൾ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, അതായത് ഒരു മതവും ഇവിടെ ഭരണഘടനയ്ക്ക് മുകളിൽ വരാൻ പാടില്ല എന്നുള്ളതാണ്. 2, ഒരു മതത്തിൻ്റെ ആചാരവും മറ്റ് മതസ്ഥരുടെ മേൽ അടിച്ചേൽപ്പിക്കാനോ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ, എന്തെങ്കിലും കാരണങ്ങൾ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ദൂഷ്യഫലങ്ങൾ മറ്റ് മതസ്ഥർ അനുഭവിക്കാനും പാടില്ല. മറ്റ് മതസ്ഥർ മാത്രമല്ല, നിരീശ്വരവാദികൾ അനുഭവിക്കാൻ പാടില്ല. അപ്പം അതുകൊണ്ട് ഇതൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പറയാൻ ആ വേദി ഉപയോഗിച്ചത് വളരെ മോശമായിപ്പോയി എന്നാണ് പറയാനുള്ളത്. ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവിന് ഇനിയും കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് പരസ്യമായൊരു സംവാദത്തിന് വരൂ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. പരസ്യമായ സംവാദത്തിന് വരൂ. നമുക്ക് ഇക്കാര്യങ്ങൾ പരസ്യമായി നമുക്ക് സംസാരിക്കാം. അവിടെ കൃത്യമായി ഈ കാര്യങ്ങൾക്കൊക്കെ മറുപടി തരാൻ അറ്റ്ലീസ്റ്റ് ഞാനെങ്കിലും തയ്യാറാണ്. മുഖ്യമന്ത്രിയുമായി ഓൺലൈൻ ചർച്ച നടത്തിയപ്പോൾ വേളാങ്കണ്ണി മാതാ പള്ളിയിലെ വികാരിയച്ഛൻ ബഹുമാനപ്പെട്ട ഫാദർ ആൻ്റണി ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു മുഖ്യമന്ത്രിയോട്. അതായത് ഈ വിഷയം സത്വരമായി പരിഹരിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കണം. ഏതായാലും ഇപ്പറഞ്ഞ റവന്യൂ അവകാശങ്ങളൊക്കെ സമ്പൂർണമായി പുനഃസ്ഥാപിച്ച് കിട്ടുന്നതുവരെ സമരം തുടരും. അതുകൊണ്ട് ക്രിസ്മസ് ദിനത്തിൽ സമരം ചെയ്യാൻ ഞങ്ങൾക്ക് ഇടയാകാത്ത വിധം അതിനു മുന്നേ തന്നെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണം എന്ന് ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞതായി നമുക്ക് ആ കുറിപ്പിൽ നിന്ന് മനസ്സിലായതാണ്. ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷനെ വച്ചിരിക്കുന്നു. കമ്മീഷൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. ക്രിസ്മസിന് ഏതായാലും മുനമ്പംകാർക്ക് നിരാഹാരം ഇരിക്കേണ്ടി വരും എന്നു തന്നെയാണ് തോന്നുന്നത്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ ക്രിസ്മസ് ഒത്തിരിയേറെ പേർക്ക്, മുനമ്പംകാർക്ക് മാത്രമല്ല പുറത്തുള്ളവർക്കും, ഈ ക്രിസ്മസ് ഒരു നിരാഹാരത്തിൻ്റെ ദിവസമായിരിക്കും. അത് വളരെ വേദനയോടെ ആ ഒരു കാര്യം ചെയ്യാൻ ഞങ്ങൾ തീരുമാനിക്കുകയാണ്. അന്ന് ക്രിസ്മസ് ദിനത്തിൽ നിരാഹാരം ഇരിക്കുന്നവരിൽ ഒരാൾ ഞാൻ തന്നെ ആയിരിക്കും. അതിൽ അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞു. ഈ ക്രിസ്മസ് ഈശോയെപ്പോലെ തലചായ്ക്കാൻ മണ്ണിൽ ഇടമില്ലാത്ത മനുഷ്യരോട് ഒപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഉപവസിക്കാൻ ഞാൻ തീരുമാനിക്കുകയാണ്. കേരള മനസാക്ഷി വളരെയേറെ അന്ന് ആ ഒരു സുന്ദര ദിനത്തിൽ വളരെയേറെ വിഷമിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്നൊരു വിഷയം എന്ന് പലപ്പോഴായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് മുഖ്യമന്ത്രിയും കേട്ട് കാണും. അതിൻ്റെ കാരണം വഖഫ് അല്ല മുനമ്പം എന്ന വസ്തുതയാണ്. അല്പം തുറവിയോടെ ഇത് പഠിക്കാനും മനസ്സിലാക്കാനും ഗ്രഹിക്കാനും ശ്രമിച്ചാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന യാഥാർത്ഥ്യമാണ് മുനമ്പം വഖഫ് ഭൂമിയല്ല എന്നത്. പക്ഷേ ആ ഒരു തീരുമാനം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ പിടിവാശിക്ക് ചേരാത്തതായതുകൊണ്ടും ചിലരെയൊക്കെ ഒരുപക്ഷെ വിഷമിപ്പിക്കേണ്ടി വരും എന്നതുകൊണ്ടും സർക്കാർ ആ വളരെ പെട്ടെന്ന് തീർക്കാവുന്ന ആ ഒരു മാർഗം അവലംബിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഏതായാലും ക്രിസ്മസ് ഞങ്ങൾക്ക് ഒരു ഉപവാസ ദിനമായി മാറുകയാണ്. ജീവിതത്തിൽ ആദ്യമായി ക്രിസ്മസ്
മുനമ്പത്തെ ക്രൈസ്തവർക്ക് ഒരു നിരാഹാര ദിനമായി മാറുകയാണ്. അത് ഒരു ജനാധിപത്യ സർക്കാരിന് ഭൂഷണമായ ഒന്നാണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഏതായാലും ഞങ്ങളുടെ സഹന സമരം മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും അന്തിമ വിജയം സത്യത്തിന് തന്നെയാണ്, നീതിക്ക് തന്നെയാണ്.